നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. നിഫ്റ്റി 24,400 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആകാനുള്ള സാധ്യതകളാണ് നൽകുന്നത്. ഏഷ്യൻ മാർക്കറ്റിലുടനീളം ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. കഴിഞ്ഞ ദിവസം സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 18% ഉയർന്ന് റെക്കോർഡ് ഹൈയിലേക്ക് എത്തിയിരുന്നു. സാംസങ്, SK ഹെനിക്സ് തുടങ്ങിയ സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിലായിരുന്നു ശക്തമായ ബൈയിങ് വന്നത്. കൂടാതെ ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ്റെ മാർക്കറ്റും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉടനീളം ബൈയിങ് മൊമെൻറ്റം ശക്തമായതുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലും ഇന്നൊരു പോസിറ്റീവ് ഓപ്പണിംഗ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റും ഹയർ സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഡോ ജോൺസ് 0.5%, S&P 0.7%, നാസ്ഡാക്ക് 1%-ഓളവും ഉയർന്നിരുന്നു. ആമസോണിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായതുകൊണ്ട് ആമസോൺ എന്ന സ്റ്റോക്ക് 12%-ഓളം ഉയർന്നത് IT സെക്ടറിൽ ഒരു ഉണർവ് നൽകി. അതേസമയം പ്രമുഖ ഐഫോൺ മാനുഫാക്ചറായ ആപ്പിളിൻ്റെ ഗ്ലോബൽ ഗ്രോത്ത് പ്രഡിക്ഷൻസ് വീക്ക് ആയതുകൊണ്ട് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ആപ്പിളിൻ്റെ സ്റ്റോക്കുകൾ 7%-ഓളം ഇടിയുകയും ചെയ്തിരുന്നു. US ഫെഡ് റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് നിരക്കുകളിൽ മാറ്റം വരുത്താത്തതുകൊണ്ട് ട്രഷറി ഈൽഡ് 4.743% എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ക്രൂഡിൻ്റെ വില $90 പെർ ബാരലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ക്രൂഡിൻ്റെ വില തന്നെയാണ്. ക്രൂഡിൻ്റെ വില $90 പെർ ബാരലിനടുത്ത് ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേൺ ആയി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേൺ ആണ്. രൂപയുടെ മൂല്യം ഇടിയുന്നത് IT സെക്ടറിന് അനുകൂലമാണെങ്കിലും ഇമ്പോർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് കൺസേൺ ആണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രൂപയുടെ മൂല്യത്തിലുള്ള ഇടിവ് മാർക്കറ്റിനെ സ്വാധീനിക്കും. കഴിഞ്ഞ മാസത്തെ GST കളക്ഷൻ ഡേറ്റ കൂടി പുറത്തു വന്നിട്ടുണ്ട്. GST കളക്ഷൻ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഇപ്പോഴും ശക്തമാണ് എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ വെള്ളിയാഴ്ചയും മാർക്കറ്റിൽ നെറ്റ് ബയർ സൈഡിൽ തന്നെയായിരുന്നു. ക്യാഷ് മാർക്കറ്റിൽ 277 കോടിയുടെ ബൈയിങ് ആണ് FIS നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2260 കോടിയുടെ ബൈയിങ് നടത്തി. ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ FIS 2150 കോടി രൂപയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. FIS ഇൻഡെക്സ് സെക്ടറിൽ 448 കോടി രൂപയുടെ ബൈയിങ്ങും ഫ്യൂച്ചേഴ്സിൽ 1947 കോടി രൂപയുടെ ബൈയിങ്ങും നൽകി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മാർക്കറ്റിൽ ബൈയിങ് സൈഡിൽ നിൽക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന സപ്പോർട്ട് കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ വിക്സ് 11-അടുത്തേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിഫ്റ്റിയുടെ പ്രധാന ലെവലുകൾ കൂടി മനസ്സിലാക്കാം. നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 24,300 ആണ്. 24,300 എന്ന സപ്പോർട്ട് തകർന്നാൽ 24,180 മാർക്കറ്റിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ ലോങ് ടൈം മൂവിങ് ആവറേജുകളുടെ സപ്പോർട്ടുമുണ്ട്. അതേസമയം 24,500 മാർക്കറ്റിൻ്റെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 24,500 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ 24,650 മുതൽ 800 വരെയുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ആധാർ ഹൗസിംഗ് ഫിനാൻസ്. ആധാർ ഹൗസിംഗ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 19% വർദ്ധിച്ച് 237 കോടിയിൽ നിന്നും 282 കോടിയിലേക്ക് ഉയർന്നു. രണ്ടാമത്തേത് ITCയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് റവന്യൂ 14% ഇടിഞ്ഞ് 19,761 കോടിയിൽ നിന്നും 16,908 കോടിയിലേക്ക് എത്തി. EBITDA 27% ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 27% ഇടിഞ്ഞ് 4,911 കോടിയിൽ നിന്നും 3,571 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ EBITDA മാർജിൻ 31%-ൽ നിന്നും 26%-ലേക്ക് ഇടിഞ്ഞു. മാരുതി സുസുക്കിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ മെറ്റീരിയൽ കോസ്റ്റ് 46% വർദ്ധിച്ചതുമൂലം കമ്പനിയുടെ പ്രോഫിറ്റ് 10% ഇടിഞ്ഞ് 3,758 കോടിയിൽ നിന്നും 3,352 കോടിയിലേക്ക് എത്തി. റവന്യൂ 35% വർദ്ധിച്ച് 38,593 കോടിയിൽ നിന്നും 52,456 കോടിയിലേക്ക് എത്തി. EBITDA 14.5% ഇടിഞ്ഞ് 5,043 കോടിയിൽ നിന്നും 4,312 കോടിയിലേക്ക് എത്തി. രാംരത്ന വയേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 15 കോടിയിൽ നിന്ന് 35 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ 88% വർദ്ധിച്ച് 982 കോടിയിൽ നിന്നും 1,853 കോടിയിലേക്ക് എത്തി. EBITDA മാർജിൻ 4.4%-ൽ നിന്നും 4.8%-ലേക്ക് ഉയർന്നു.
ABB ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 3% വർദ്ധിച്ച് 382 കോടിയിൽ നിന്ന് 362 കോടിയിലേക്കെത്തി. റവന്യൂ 21% വർദ്ധിച്ച് 2940 കോടിയിൽ നിന്നും 3589 കോടിയിലേക്കെത്തുകയും EBITDA 11% വർദ്ധിച്ച് 401 കോടിയിൽ നിന്നും 447 കോടിയിലേക്കെത്തുകയും ചെയ്തു. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. പാർക്ക് മെഡി വേൾഡ് എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. V3 ഹെൽത്ത് കെയറിൻ്റെ 80% സ്റ്റേക്കുകൾ കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. ഹീറോ മോട്ടോർ കോർപ്പ് വിഡ VX2 എന്ന പേരിൽ ഒരു മൾട്ടി ചാർജ് ഓപ്ഷനുള്ള ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ JK ലക്ഷ്മി, അതോടൊപ്പം തന്നെ മാരുതി സുസുക്കി ഏകദേശം 561 കോടി രൂപയുടെ 4 കംപ്രസ്ഡ് ബയോഗ്യാസ് പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യും എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് വരുന്നതുകൊണ്ട് ഓട്ടോമൊബൈൽ സെക്ടറിലെ മാരുതി സുസുക്കി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. NCC എന്ന കമ്പനിക്ക് 1052 കോടി രൂപയുടെ കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചതുകൊണ്ട് NCC എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാവുന്നതാണ്. ONGC എന്ന കമ്പനി ഭാരത് ഇഥെയിൻ ഓൺ IFCയുടെ 71 ലക്ഷം ഷെയറുകൾ അല്ലെങ്കിൽ 50%-ഓളം സ്റ്റേക്കുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ONGC എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം.